സ്വാന്തനം സ്പെഷ്യൽ സ്കൂളിൽ ഇൻസിനറേറ്ററും എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റും സജ്ജം. നിയുക്ത MLA ഷിബു തെക്കുംപുറം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി. സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ ഇൻസിനറേറ്റർ, എയറോബിക് കമ്പോസ്റ്റിംഗ് യൂണിറ്റ് എന്നിവ സജ്ജമായി. നിയുക്ത MLA ഷിബു തെക്കുംപുറം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ കോതമംഗലത്തെ ഏറ്റവും പാരമ്പര്യമുള്ള ജനസേവന രംഗത്ത് മാതൃകയായി പ്രവർത്തിക്കുന്ന ലയണസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എയറോബിക് കോമ്പോസ്റ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടത്. MLA ആയി തിരഞ്ഞെടുത്തതിന് ശേഷം നിയുക്ത MLA എന്ന നിലയ്ക്ക് പങ്കെടുക്കുന്ന ഏറ്റവും ആദ്യത്തെ ചടങ്ങ് ഈ സ്കൂളിൽ വരാൻ കഴിഞ്ഞതിനുള്ള വലിയ സന്തോഷം പ്രത്യേകമായി രേഖപ്പെടുത്തി. MLA തിരഞ്ഞെടുപ്പിന് ശേഷം നമുക്കറിയാം ഇനിയും പുതിയ സർക്കാർ രൂപീകരിക്കാനുണ്ട്. അതിനുശേഷമാണ് MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്നതും എല്ലാ ചടങ്ങുകളും മറ്റു നിലയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ സമയങ്ങളിൽ നിരവധി സ്വീകരണ യോഗങ്ങളാണ് എല്ലാ തരത്തിലും ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ന് ഈ സ്കൂളിലെ പരിപാടി പ്രത്യേകമായി നടത്തുന്നെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി പങ്കെടുക്കുന്നു. പ്രത്യേകിച്ച് കോതമംഗലം ലയൺസ് ക്ലബിൻ്റെ ഒരു അംഗമെന്ന നിലയ്ക്ക് വലിയ സന്തോഷം ഈ ശ്രേഷ്ഠമായ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലുണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയട്ടെ. സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാ ഗാനത്തോടെ ആയിരുന്നു പരിപാടികളുടെ തുടക്കം. സ്കൂൾ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ് ആമുഖ പ്രഭാഷണം നടത്തി. ലയൺസ് ക്ലബ് അംഗമായ ഡോക്ടർ MG ഗ്രാസിയസ്, ലയണസ് ഫോറം പ്രസിഡന്റ് മിനി ഫ്രാൻസിസ്, സ്കൂൾ സെക്രട്ടറി മാത്യു വർഗീസ്, ലയൺ ജോബി സെബാസ്റ്റ്യൻ, ലയണസ് ബിജി ഷിബു, സ്കൂൾ പ്രിൻസിപ്പൽ വിനീത CG എന്നിവർ സംസാരിച്ചു. അവരുടെ സ്പെഷ്യാലിറ്റി ഒക്കെ മനസ്സിലായി വരുമ്പോൾ തന്നെ നല്ലൊരു പ്രായമാവും. അതിനുശേഷം വളരെ താമസിച്ചാണ് ഇത്തരം സ്കൂളുകളിലേക്ക് അവർ വരുന്നത്. 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ മാതാപിതാക്കൾ പ്രായമുള്ളവരായി മാറുകയും ഒരു പക്ഷേ മരിച്ചു പോവുകയും ഈ കുഞ്ഞുങ്ങൾ അനാഥരായി മാറുകയാണ്. 18 വയസ്സിന് മുകളിലുള്ള ഓഫീസറുള്ള കുട്ടികൾക്കോ ചെറുപ്പം ക്ലാസ്സുകളുള്ള കുട്ടികൾക്കോ ആരും തുണയില്ല, സർക്കാരും തുണയില്ല. ഒരു ഗ്രാൻഡ് ലഭിക്കും, നൂൺ മില്ലിൽ അരി പോലും അവർക്ക് ലഭിക്കില്ല. ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറ് ഇരിക്കുമ്പോൾ ഈ പ്രശ്നം അദ്ദേഹം മനസ്സിലാക്കി അതിനൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്രായം നോക്കാതെ ഈ സ്പെഷ്യൽ ചിൽഡ്രന് വേണ്ട ഗ്രാന്റ് കൊടുക്കണം, അവർക്ക് വേണ്ട സഹായം കൊടുക്കണം എന്ന നിർദ്ദേശം കൊടുത്തു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.